മീവിയസ് പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 16 വെള്ളി. ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റാണ് വീഡിയോവായി ഷെയർ ചെയ്യുന്നത്. മെയ് 20 പ്രഖ്യാപിച്ചിരിക്കുന്ന ഗ്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ ദേശീയ പണിമുടക്ക് മാറ്റി. വിശദ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. 2025 മെയ് 20 നടക്കാനിരിക്കുന്ന ദേശീയ പണിമുടക്ക് ജൂലൈ 9 മാറ്റിവെച്ചു. ഇന്ന് ചേർന്ന സംയുക്ത ഗ്രേഡ് യൂണിയനുകളുടെ അഖിലേന്ത്യാ കമ്മിറ്റിയിലാണ് തീരുമാനം. മെയ് 20 പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രതിഷേധ ദിനം ആചരിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കുക, ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയവയിന്മേലുള്ള ചരക്ക് സേവന നികുതി ഒഴിവാക്കുക, പാചകവാതകത്തിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമുള്ള കേന്ദ്ര എക്സൈസ് നികുതി കുറക്കുക, പൊതുവിതരണം, സാർവത്രികമായി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഗ്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നതും പണിമുടക്കിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ്. ജീവനക്കാരുടെ വിഹിതവുമായി ജീവനക്കാരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തുക ഓഹരി കമ്പോളത്തിലെ ചൂതാട്ടങ്ങൾ വിട്ടുകൊടുക്കുന്ന നാഷണൽ പെൻഷൻ പദ്ധതിയും അതായത് NPS, ഏകീകൃത പെൻഷൻ പദ്ധതിയും അതായത് UPS ഉപേക്ഷിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുന്നതിനുൾപ്പെടെ 17 മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഗ്രേഡ് യൂണിയൻ സംയുക്ത സമിതി ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത്. 2025 മെയ് 20 നടക്കാനിരിക്കുന്ന ദേശീയ പണിമുടക്ക് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്നുണ്ടായ സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂലൈ 9 മാറ്റിവെച്ചു. ഇന്ന് ചേർന്ന സംയുക്ത ഗ്രേഡ് യൂണിയനുകളുടെ അഖിലേന്ത്യൻ കമ്മിറ്റിയിലാണ് തീരുമാനം. മെയ് 20 പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രതിഷേധ ദിനം ആചരിക്കും. അടുത്ത അറിയിപ്പ്. ഇന്ത്യക്കാരെ സംബന്ധിച്ച് ആധാർ കാർഡിൻ്റെ പ്രാധാന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ലോകത്തിൽ ലഭ്യമായ ഏറ്റവും മികച്ച സുരക്ഷ വാഗ്ദാനം ചെയ്യപ്പെടുമ്പോഴും ആധാറിൻ്റെ പേരിലുള്ള തട്ടിപ്പുകൾ വർദ്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ആധാർ ഫിസിക്കൽ കാർഡ്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആധാർ ആപ്പ് പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമാണെന്നു പറയപ്പെടുന്നു. ഈ ആപ്പ് നിലവിൽ പരീക്ഷണത്തിലാണ്. ബാങ്ക് അക്കൗണ്ട് മുതൽ സർക്കാർ സബ്സിഡി വരെ ഇന്ന് ആധാറുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനാൽ ആധാർ വിവരങ്ങൾ ചോർത്തുന്നത് വലിയ വെല്ലുവിളിയാണ്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ പോലും ആധാർ കാർഡ് സമർപ്പിക്കേണ്ടതുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആധാർ ഡാറ്റകൾ ദുരുപയോഗം ചെയ്യപ്പെടാം. ആധാർ ആപ്പ് വരുന്നതോടെ ഉപഭോക്താക്കൾക്ക് ആവശ്യമായ ഡാറ്റകൾ മാത്രം പങ്കിടാമെന്നു പറയപ്പെടുന്നു. എന്നാൽ ഇതിന് അല്പം കൂടി സമയമെടുത്തേക്കും. നിങ്ങളുടെ ആധാർ വിവരങ്ങൾ നിങ്ങൾ അറിയാതെ മറ്റാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാൻ സാധിക്കും. എന്നാൽ എത്ര പേർക്ക് ഇക്കാര്യം അറിയാം? ആധാർ ഡാറ്റ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. ആദ്യം UIDAIയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ uida.gov.in എത്തുക. രണ്ടാമതായി ഹോം പേജിൽ നിന്ന് മൈ ആധാർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മൂന്നാമതായി തുടർന്നുള്ള ഓപ്ഷനിൽ നിന്ന് ആധാർ ഐഡൻറ്റിഫിക്കേഷൻ ഹിസ്റ്ററി തിരഞ്ഞെടുക്കുക. നാലാമതായി തുറന്നു വരുന്ന ജാലകത്തിൽ നിങ്ങളുടെ 12 അക്ക നമ്പർ നൽകി ക്യാപ്ഷൻ പൂർത്തിയാക്കുക. അഞ്ചാമത് രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിൽ ലഭിക്കുന്ന 1 ടൈം പാസ്വേഡ് OTP നൽകുക. ഏഴാമതായി ഇതോടെ നിങ്ങളുടെ ആധാർ ഉപയോഗിക്കുന്ന ചിത്രം സ്ക്രീനിൽ ദൃശ്യമാകും. ആധാർ കാർഡ് എവിടെ ഉപയോഗിച്ചു എന്ന് ഇതിൽ അറിയാം. ആധാർ കാർഡ് ചിത്രത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഏതെങ്കിലും എൻട്രി കണ്ടാൽ ഉടൻ അധികൃതരെ അറിയിക്കുക. ആധാർ കാർഡ് എപ്പോൾ എവിടെ ഉപയോഗിക്കുമെന്ന് ഇതിൽ നിന്ന് അറിയാം. ആധാർ കാർഡ് ചിത്രത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത എന്തെങ്കിലും എൻട്രി കണ്ടാൽ ഉടൻ അധികൃതരെ അറിയിക്കുക. ആധാർ കാർഡ് സ്ഥിരമായി ഉപയോഗിക്കാത്തവർ, ഡാറ്റ ചോർച്ചയിൽ ഭയമുള്ളവർ എന്നിവർക്ക് വിവരങ്ങൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇതിനായി മുകളിൽ പറഞ്ഞ സൈറ്റിലെ മൈ ആധാർ വിഭാഗത്തിലെ ആധാർ സേവനങ്ങൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലോക്ക് അൺലോക്ക് ഓപ്ഷനിൽ തിരഞ്ഞെടുക്കുക. രജിസ്റ്റർ ചെയ്ത് മൊബൈലിൽ ലഭിക്കുന്ന OTP വഴി നിങ്ങൾക്ക് കാർഡ് ആവശ്യാനുസരണം ലോക്ക് ചെയ്ത് സൂക്ഷിക്കുകയോ അൺലോക്ക് ചെയ്യുകയോ ചെയ്യാം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.